ഹായ്. ഇന്ന് അടിപൊളി ഒരു പഴം പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പഴം പായസമാണ് പഴപ്രഥമൻ. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് പഴം വെച്ചിട്ട് നേന്ത്രപ്പഴം വെച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞില്ലേ, വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കാരണം സാധാരണ പഴം പ്രഥമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം ചെറുതായി അരിഞ്ഞ് ഉരുളിയിലൊക്കെ ഇട്ട് നെയ്യ് ഒഴിച്ച് വരട്ടിയെടുത്ത് അങ്ങനെയൊക്കെയാണ് പഴം പ്രഥമനെ തയ്യാറാക്കുക. പഴം അങ്ങനെ അത് നന്നായി വരട്ടിയെടുത്തതിന് ശേഷം പിന്നെ അതിൽ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് നാളികേരപ്പാൽ ഒഴിച്ച് അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതിന് കുറച്ച് ഒരധികം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പഴം പ്രഥമൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും, പ്രത്യേകിച്ച് കുക്കിംഗ് അറിയാത്തവർക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഓണമായിട്ട് ഒരു അടിപൊളി പ്രഥമൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതിൽ പഴം വരട്ടണ്ട, ശർക്കര ഉരുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി പായസം. നല്ല രസമുള്ള പായസം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് അധികം പഴമൊന്നും, ഒരു പഴം അല്ലെങ്കിൽ ഒരു 2 പഴം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. മതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നെയ്യൊക്കെ വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സാണ് വളരെ ഈസി ആയിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ ഇടയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഈ പായസത്തിന് ഒരു 2 തരത്തിൽ നമുക്ക് ചെയ്യും തന്നെ. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട്, പായസം ഇഷ്ടമായോ, എങ്ങനെയാ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പഴം ഒക്കെ ഇങ്ങനെ നുറുക്കിയിട്ടുണ്ടല്ലോ, നെയ്യിൽ വേവിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോണ്ടല്ലോ ഭയങ്കര രസമാണ്. നമുക്ക് പഴം വേണമെങ്കിൽ ഇട്ടാൽ മതിയോ, അത് ഓപ്ഷനിൽ. പക്ഷെ എന്നാലും അതിങ്ങനെ ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു ബൈറ്റ് കിട്ടുന്നത് പ്രത്യേക രസമാണ്. അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെയും ഒക്കെ ആയിട്ട് അതിൽ നെയ്യിൽ പഴമൊക്കെ വറുത്തിടുന്നുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ഭയങ്കര രസമുള്ള പായസമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. രസം എന്നുള്ളതിനേക്കാളും അധികം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. നമുക്കിതൊരു വല്ലാത്തൊരു പണിയായിട്ട് നമുക്ക് തോന്നില്ല. ചെറിയൊരു ബുദ്ധിമുട്ട്, നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നത് നാളികേരം അതിൻ്റെ ഒരു നാളികേരപ്പാൽ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നാളികേരത്തിന് പൗഡർ കിട്ടുന്നുണ്ടല്ലേ, അപ്പോൾ അതും ഈസി ആക്കി എടുക്കാം. എന്നാലും നാളികേരപ്പാലിൽ അങ്ങനെ ചെയ്തെടുക്കുന്ന പായസത്തിന് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ പഴം പ്രഥമൻ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ടാണ്. അപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ ആദ്യം ഇതിൽ കുക്കറിൽ നുറുക്കിയിടുകയാണ് കേട്ടോ. ഇത് രണ്ടെണ്ണം എടുക്കുന്നില്ല, ഞാനൊരു 1.5 ആണ് എടുക്കുന്നത്. ഇതിലേക്ക് ഇടുന്നത് ഒരു 3 അച്ച് ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഉരുക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതുപോലെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതിൽ കരടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ശർക്കരയുടെ പൗഡർ വാങ്ങിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. അപ്പം ഞാൻ ഇത് ഒന്ന് ചെറുതായി ഒന്ന് ചെറിയ പീസാക്കിയിട്ട് ഇതിലിടുകയാണ് കേട്ടോ. അപ്പോൾ 3 അച്ച് ശർക്കര പൊടിച്ചതും ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണേ, കുറച്ച് ഒരു 1/2 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ, അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം ഇട്ടാലും മതി, പക്ഷേ പഴം വേവിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇടുന്നതാണ് ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി കുക്കർ അടച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3 വിസിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇനി കുക്കറിൽ പഴം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പഴം ശർക്കരയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരപ്പാൽ എടുക്കാം. അപ്പം ഞാനിവിടെ 2 നാളികേരം, ഇത് ചെറിയ നാളികേരമാണ്, അപ്പോൾ അതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്.
വലുതാണെങ്കിൽ 1-1.5 എടുത്താൽ മതി. നല്ല തമ്പാല് നല്ല കട്ടിയിൽ നല്ല കുറച്ചധികം വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ 2 എണ്ണം എടുത്തത്. പിന്നെ അതിനാവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതും മറക്കാം. നമുക്ക് ഇത് ചിരകി ഇതിൻ്റെ പാലെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ 1.5 പഴമല്ലേ പുഴുങ്ങാനിട്ടത്, അപ്പം അതിൽ ഒരു പകുതി ബാക്കിയുണ്ട്. അപ്പം ഇതിന് ചെറിയ പീസാക്കിയിട്ട് നെയ്യിലൊന്ന് വറുത്തു കൊടുക്കും. അതായത് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത എണ്ണയിൽ നെയ്യിൽ നമുക്ക് ഈ പഴം ചെറിയ പീസാക്കി ഒന്ന് വറുത്തു പോകാം. ഞാനിവിടെ 3 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്, ഇത് 3-ാം പാല്. അതായത് നാളികേരം ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് അത് 1-ാം പാല്. പിന്നെ ഇത് ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ടൊക്കെ പിഴിഞ്ഞെടുക്കുന്നത്. ഇത് വീണ്ടും ഒന്നുകൂടി. അപ്പോൾ ഇത്രയും ആദ്യം ഒഴിക്കുക. ഈ 2 പാലും 2-ാം പാലും 3-ാം പാലും കൂടി ഒന്നിച്ചാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ പഴം ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. പഴം ഇങ്ങനെ തൊലിയോട് കൂടി വേവിക്കാൻ കാരണം ഇല്ലെങ്കിൽ തൊലി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പിടിക്കും ശർക്കരയൊക്കെ ഇട്ട് വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് തൊലിയോട് കൂടി. ഇനി തൊലി എടുക്കാം. പിന്നെ നമുക്ക് പഴം ഉടയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു നാരുണ്ടാവുമല്ലോ, അതിൻ്റെ സീഡ്സ് ആയിട്ടുള്ളത്, അതിനെ എടുത്ത് കളയാം കേട്ടോ. നമുക്ക് ഈ പഴം എല്ലാം ഇങ്ങനെ ഈ തൊലിയൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ. പഴം നല്ല ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ വിടർത്തി എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഈ സീഡ്സ് മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിൽ ഇട്ട അത്ര രസമായിരിക്കില്ല. അതുകൊണ്ടാണ് ഒരു 3 വിസിൽ വെച്ചപ്പോൾ തന്നെ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം പഴുത്ത പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പഴുപ്പ് കുറഞ്ഞത് എടുക്കരുത് കേട്ടോ. കണ്ടോ, വേഗം തന്നെ നമുക്ക് ഇന്ന് വിടർത്താൻ കിട്ടും. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഇതാണ്. ഇതിലിത്തിരി ബുദ്ധിമുട്ട്, ടൈം കൺസ്യൂമിങ് ഉള്ളത് നമ്മൾക്ക് നാളികേരപ്പാൽ എടുക്കാൻ മാത്രമാണ്. അത് തന്നെ ഇപ്പോൾ ധാരാളം നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമല്ലോ. ഇത് നാളികേരം പൗഡറായിട്ടും ഒക്കെ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിതിനെ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക്, കാരണം കുക്കറിലാവുമ്പോൾ ഇങ്ങനെ ക്യാമറ ശരിക്കും കാണുന്നില്ല. കുക്കർ ഇത്തിരി ഡീപ്പായിട്ടുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ വേറൊരു കട്ടിയുള്ള പാത്രത്തിലേക്ക് തന്നെ മാറ്റി, എന്നിട്ട് ഇതിനെ നന്നായി ഉടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കറിലുള്ള ആദ്യം എടുത്ത് ഈ ശർക്കര പാനി തന്നെ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടിന് അങ്ങനെ ഡയറക്റ്റ് നമ്മൾ വേവിക്കല്ലേ ചെയ്ത് ഉരുക്കി അല്ലല്ലോ. അപ്പം ഇനി എന്തെങ്കിലും ഇതില് അക്കാരട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാം. കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഈ വെള്ളം നമുക്ക് അരിച്ചൊഴിച്ചാൽ മതി അതിലേക്ക്. അപ്പൊ ഇത് ഈ ആ ശർക്കര പാനി അതിലേക്ക് തന്നെ ഒഴിച്ചു. അതായത് ഈ പഴം വേവിച്ചിട്ടുള്ള ശർക്കര പാനി തന്നെയാണ് കേട്ടോ അത് ഞാൻ പാത്രം മാറ്റിയത് കൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു എന്ന് മാത്രം. ഇല്ല, നമുക്ക് ഇങ്ങനെ അരിച്ചൊഴിക്കാൻ വേണമെങ്കിലും ഇങ്ങനെ എടുക്കാം. ഇനി ഇതിലേക്ക് 2-ാം പാലും 3-ാം പാലും കൂടിയാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇറക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, ഞാൻ അടി പിടിക്കേ. നല്ല ഒരു വിസ്ക് വെച്ചിട്ട് ഞാൻ ഇത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. ഇനി ഇതിലേക്ക് 2-ാം പാലും 3-ാം പാലും ഞാൻ ഒഴിക്കാം കേട്ടോ. 2-ാം പാലും ഒഴിച്ചു. ആദ്യം 2-ാം പാൽ ഒഴിക്കുക. 3-ാം പാല് പിന്നെ നമുക്ക് എങ്ങനെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് പഴത്തിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഇത് ഞാൻ നന്നായി വെന്ത് കുറുകി വരണം കേട്ടോ. പായസം വെക്കുമ്പോൾ അറിയാലോ, എപ്പോഴും നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിപ്പോൾ ഏതൊരു പ്രഥമൻ ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴും നല്ല ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ പായസം കൂടെ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ വറ്റി വന്നിട്ട് ഇതുപോലെ കുറുകി വരണം കേട്ടോ. ഈ പാകത്തിനായിരിക്കണം. ഇതിപ്പോൾ 2-ാം പാലും 3-ാം പാലും കൂടി ഒഴിച്ചത് ഞാൻ ഏകദേശം ഒരു 5-8 മിനിറ്റോളം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ ഇതുപോലെ കുറുകി വന്നു. ഇങ്ങനെ കുറുകി വന്ന സമയത്താണ് നമ്മൾ 1-ാം പാൽ ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ 1-ാം പാൽ ഒഴിച്ചു. ഇനി ഒന്നും കൂടി തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്കത് ഇതിലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് നമുക്കതിനെ ഓഫാക്കാം. പിന്നെ ഇതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.
പായസത്തിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴം നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്ത് വെച്ചതാണ്. അതൊക്കെ ഓപ്ഷണലാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഭാഗത്ത് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതേ പായസം ഇത് തിളച്ച് ഇത് കുറുകി വന്നെടുക്കണം. ഈ പാകത്തിൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴമൊക്കെ ഇടാം. പഴം ഓപ്ഷനിലാന്ന് പറഞ്ഞു നമുക്ക് ഇട്ടിട്ട് ഇറക്കാം. ഇതില്ലാതെ ഇതിലൊരു ടെസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അതെന്താണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവസാനം ഒരു ടെസ്റ്റ് ഉണ്ടെന്ന്. അതെന്താന്ന് വെച്ചാല് നമ്മുടെ കദളിപ്പഴം ഉണ്ടല്ലോ, കദളിപ്പഴം എടുത്തിട്ട് രണ്ടെണ്ണം എടുത്തിട്ട് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പായസം പാകമായതിന് ശേഷം ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അതാണ് ഇതിലെ ടെസ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. കൂടുതൽ വേണ്ട ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ടാൽ മതി. ഇതപ്പോൾ കദളിപ്പഴം പഞ്ചസാരയും കൂടി അടിച്ചെടുത്താണ് ഇതും കൂടി നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാൻ പോകാൻ കേട്ടോ. ഒന്നും കൂടി ഭയങ്കര ടേസ്റ്റാവും. ഈ പ്രഥമൻ്റെ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ അതൊരു 2 ചെറിയ പഴം എടുത്തിട്ട് നന്നായി മിക്സിയിൽ അടിച്ച് പഞ്ചസാരയും കൂട്ടി മിക്സിയിൽ അടിച്ചതും കൂടി ഇതിൽ ചേർക്കുക. അതിനുശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പഴമൊക്കെ ഇടാം. മനസ്സിലായി? പഴം എന്ന് പറയുന്നത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അതിലൊരു ബൈറ്റ് നമുക്കിങ്ങനെ ചെറുതായി കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴം നെയ്യിൽ വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ മാത്രം. പിന്നെ അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങുന്ന സമയത്ത് തൊലിയില്ലാതെ പുഴുങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ അടി പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പായസത്തിന് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊലിയോടുകൂടി പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഈ നമ്മൾ ഈ കദളിപ്പഴം കൂടിയും ചേർത്തുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. സൂപ്പർ പ്രഥമനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇടാം. ഇതിൽ ഏലക്കായ പൊടിച്ചത് ഇടുകയാണ്. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വേവിച്ച് വെച്ചത് അതും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമനാണ്. ഇതിൽ കദളിപ്പഴം ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ കദളിപ്പഴം കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴം പ്രഥമൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും പായസം ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? വളരെ ഈസിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കമൻസും ലൈക്കും ഒക്കെ തരിക. ഓക്കെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.